ഹലോ ഗായ്സ്, ഇന്ന് ഒരു ഞായറാഴ്ച രാവിലെയാണ്. ഇതൊരു ഏകദേശം 4-4:30 സമയമാണ്. ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ പോകാനുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം അങ്ങ് ചെയ്തു വയ്ക്കും. അതാകുമ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് നേരെ അങ്ങ് കഴിച്ചാൽ മതിയല്ലോ. സാധാരണ എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഞാൻ ഇടപിടിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും തീർക്കും. എന്നിട്ടാണ് ഇതുപോലെ വീക്കെൻഡ്സിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കും. ശരിക്കും എനിക്ക് ഇടിയപ്പം ഇഷ്ടമല്ല, ഇച്ചായനാണ് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇടിയപ്പം ഞാൻ പൊതുവേ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാര്യം അത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചായന് ഓഫീസിലും പോകണം, സ്റ്റീവൂട്ടന് സ്കൂളിലും പോകണം. അപ്പോൾ രണ്ടുപേരെയും രാവിലെ പറഞ്ഞു വിടാനുള്ളതുകൊണ്ട് ഇങ്ങനെ ഇടിയപ്പമൊന്നും ഞാൻ രാവിലെ വെക്കാറില്ല. പിന്നെ അവർക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ അങ്ങ് ചെയ്യും. പിന്നെ നമുക്ക് വീക്കെൻഡ്സ് വരുന്ന സമയത്താണ് ഇഷ്ടമുള്ള കറികൾ, ഇപ്പോൾ ചോറിനാണെങ്കിൽ തന്നെ ഇഷ്ടമുള്ള കറികൾ, കാലത്തേക്കാണെങ്കിൽ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, അന്നാണ് നമ്മൾ മനസ്സമാധാനത്തോടുകൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു ദിവസം. ബാക്കിയെല്ലാം ഇടപിടിയിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങ് പോവത്തതേ ഉള്ളൂ. എനിക്കും നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എത്തുമ്പോഴത്തേക്കും വെളുപ്പിന് ഈ ഒരു നേരം തന്നെയാണ് ഞാൻ എത്തുക. 4-4:30 സമയത്ത് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒരു അടുക്കള ടൈം. അപ്പോൾ അടുക്കളയിൽ കയറും, ഇവർക്കുള്ള ആഹാരമൊക്കെ റെഡിയാക്കും. അതിന് ശേഷമാണ് എന്നിട്ട് അതിന് ശേഷം രണ്ടുപേരെയും വിടാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. സ്റ്റീവിന് രാവിലെ സ്കൂളിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അതവനെ കഴിപ്പിക്കും. സ്നാക്സും പിന്നെ അതിനുശേഷം ലഞ്ചും അത് രണ്ടും റെഡിയാക്കി കെട്ടിക്കൊടുത്തു വിടും. അതിനുശേഷം ഇച്ചായന് മോർണിംഗ് ഷിഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ രാവിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ. അപ്പോൾ അത് റെഡിയാക്കി അതും കൊടുത്തു വിട്ടതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ആ സമയത്ത് ചെയ്യുക. ആ നേരത്ത് കഴിക്കുന്ന എന്തെങ്കിലും തന്നെ, അപ്പോൾ വെക്കുന്ന നേരത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, അത് അത്രയേ ഉള്ളൂ. ഉച്ചത്തേക്കിന് അങ്ങനെ പ്രത്യേകിച്ച് ആഹാരമൊന്നും കഴിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് വീക്കെൻഡ്സ് വരുന്ന ദിവസങ്ങളിൽ ഇഷ്ടമുള്ള ആഹാരങ്ങൾ വെച്ച് കഴിക്കുന്നത്. ഞാനിതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ നേരത്ത് വലിയ ലെഗ് പീസാണെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് മസാല പുരട്ടി കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് നമ്മൾ മസാല പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ മസാല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ഞാൻ ഇതിന് മുന്നേ ചിക്കൻ ഫ്രൈയുടെ മസാലക്കൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ആ മസാലക്കൂട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നും ചിക്കനിലേക്ക് മസാല എല്ലാം പുരട്ടി അതിന് വെക്കുന്നത്. ഈ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം പള്ളിയിൽ പോയി വന്നതിന് ശേഷമേ ഫ്രൈ ഒക്കെ ചെയ്തോളൂ. അതിപ്പോൾ മീനായാലും ശരി തന്നെ ഇറച്ചിയായാലും നമ്മൾ കഴിക്കാൻ നേരത്താണ് നമ്മളിവിടെ പൊരിക്കാറ്. ബാക്കിയുള്ള ആഹാരമൊക്കെ രാവിലെ അങ്ങ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ കഴിച്ചാൽ മതിയല്ലോ ഡയറക്റ്റ്. എന്നിട്ട് ചൂട് പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പൊരിക്കാനുള്ളത് മാത്രം വന്നിട്ട് പൊരിച്ച് കാപ്പി വിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് പതിവ്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി, കോഫി. ഇത് രാവിലെ ഒരു കോഫി, ഇതൊരു പതിവുള്ളൊരു കാര്യമാണ്. ചപ്പാത്തിയിലൂടെ കോഫിയാണ് കഴിക്കുക. അതിന് ശേഷം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിയും കിഴങ്ങറിയും കൂടെ കഴിച്ചു. അതിനുശേഷം ചിക്കൻ്റെ ലെഗ് പീസ് പൊരിച്ചെടുത്തു. പിന്നെ അതിനുശേഷം സീസണൽ ഫ്രൂട്ട്സായ മാംഗോ, ഫ്രൂട്ട് ഐറ്റംസ് അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടാറില്ല. അധികം ഫ്രൂട്ട്സ് വലിയ ആർക്കും ഇവിടെ താല്പര്യവുമല്ല. പക്ഷെ എന്നിരുന്നാലും മാംഗോയോട് ഇപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം. നല്ല മാങ്ങകൾ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയമുണ്ട് ഞാനിത് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി.